ഹലോ, ഇനി നമ്മളെ ഫിഫ്ത്ത് മോഡ്യൂളിൽ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ ഓഫ് കോൺക്രീറ്റ് ആണ്. അതെങ്ങനെയാണ് നമ്മൾ കോളേജിൻ്റെ ക്വാളിറ്റി കൺട്രോൾ അഷ്യൂർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ക്വാളിറ്റി കൺട്രോൾ അഷ്യൂർ ചെയ്യേണ്ടതിൻ്റെ മെയിൻ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്നുള്ള കാര്യമാണ് നമ്മൾ ഇതിട്ട് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം നമുക്കറിയാം കോൺക്രീറ്റ് എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ കോൺക്രീറ്റ് ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് നമ്മൾ കമ്പൈൻ ചെയ്തിട്ട് ഒരു പെർട്ടിക്കുലർ ഗ്രേഡ് കോൺക്രീറ്റ്, M20 ഗ്രേഡ് കോൺക്രീറ്റ് ഉണ്ടായിക്കഴിഞ്ഞാലും അതിൻ്റെ ഓരോ ബാച്ചായിട്ട് ഡിഫറെൻറ്റ് ബാച്ചിനനുസരിച്ചിട്ട്, അതുപോലെ തന്നെ അതിൻ്റെ പ്രോപ്പർട്ടീസ്, അതായത് അതിൻ്റെ സ്ട്രെങ്ത്ത് ഇൻ ടേംസ് ഓഫ് കംപ്രസീവ് സ്ട്രെങ്ത്ത് മെയിനായിട്ട് അത് വേരി ചെയ്യും. അത് ഓരോ കോൺക്രീറ്റിനും, അതായത് ഓരോ ക്യൂബ്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോഴും അതിന് കിട്ടുന്ന കംപ്രസീവ് സ്ട്രെങ്ത്തിൻ്റെ അത് വേരിയേഷൻ ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് അതിൻ്റെ കൺസ്ട്രക്ഷൻ പ്രോസസ്സിലുള്ള പിന്നെ ഡിഫറൻസ് ആയിരിക്കാം. പിന്നെ അതുപോലെ തന്നെ മെറ്റീരിയൽസിൻ്റെ ചേഞ്ചസ് കൊണ്ടുണ്ടാവാം. പിന്നെ കൺസ്ട്രക്ഷൻ പ്രോസസ്സ് മെയിൻ പ്ലേസിങ്, കോമ്പാക്റ്റിങ്, ക്യൂറിങ്, അതിനൊക്കെ ഓരോ കോൺക്രീറ്റ് നമ്മൾ ഓരോ ബാച്ച് ഓഫ് കോൺക്രീറ്റ് നമ്മൾ ചെയ്യുമ്പോഴും, അല്ലെങ്കിൽ ഓരോ ക്യൂബ്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോഴും അതിൻ്റെ ഓരോ സ്റ്റെപ്പിലും ചെറിയ ചെറിയ ഡിഫറൻസ് ഉണ്ട്. അതിൻ്റെ സ്ട്രെങ്ത്തിന്, അതിൻ്റെ എൻഡ് റിസൾട്ട്, അതായത് എൻഡിലെ കംപ്രസീവ് സ്ട്രെങ്ത്തിന് ഡിഫറൻസ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അതിന് മെയിൻ വേരിയേഷൻ ഇൻ സ്ട്രെങ്ത്ത് എന്ന് പറയുന്നത് അതിൻ്റെ കൺസ്ട്രക്ഷൻ പ്രോസസ്സിലുള്ള വേരിയേഷൻ കൊണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്കിതിൻ്റെ ഫൈനൽ പ്രൊഡക്റ്റിൻ്റെ സ്ട്രെങ്ത്ത് എത്രയായിരിക്കും എന്നുള്ളത് നമുക്ക് അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെരി ഡിഫിക്കൽട്ടി ആയിരിക്കും. ഓക്കെ, അപ്പം നമ്മുടെ കയ്യിൽ ഇതിൻ്റെ സ്ട്രെങ്ത്ത് കണ്ടുപിടിക്കാനുള്ളതെന്ന് വെച്ചാൽ നമുക്ക് പിന്നെ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റ് എന്ന് വെച്ചാൽ അതിനെ നമ്മുടെ UTM വെച്ചിട്ട്, കംപ്രസീവ് ടെസ്റ്റിംഗ് മെഷീനകത്ത് വെച്ചിട്ട്, യൂണിവേഴ്സൽ ടെസ്റ്റിംഗ് മെഷീനിൽ വെച്ചിട്ട് അതിനെ ആ ഒരു പെർട്ടിക്കുലർ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റ് നടത്തിയിട്ട്, അതായത് അതിനെ പൊട്ടിച്ചിട്ട്, അപ്പോൾ അങ്ങനെ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റ് നടത്തിയിട്ട് ഓരോ ക്യൂബ്സിനെ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റ് നടത്തിയിട്ട് അതിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത്ത് ഇവാലുവേറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ കയ്യിലൊരു മെത്തേഡ് എന്ന് പറയുന്നത്. പക്ഷേ അങ്ങനെ ലാർജ് നമ്പർ ഓഫ് ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റ് നടത്തുമ്പോൾ നമ്മൾ അത് എക്കണോമിക്കലാവില്ല. അത് കുറേ ക്യൂബ്സ് ഉണ്ടാക്കി നമ്മൾ അതിനെല്ലാം പൊട്ടിച്ചിട്ട് നമ്മൾ അതിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത്ത് ഇവാലുവേറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു എക്കണോമിക്കൽ പ്രോസസ്സല്ല. അതുകൊണ്ട് തന്നെ നമുക്കിതിൻ്റെ ഓരോ കോൺക്രീറ്റിൻ്റെയും ഓരോ ടൈപ്പ് ഓഫ് കോൺക്രീറ്റിൻ്റെയും, അതായത് ഓരോ ബാച്ചിലുണ്ടാകുന്ന അല്ലെങ്കിൽ ഓരോ പെർട്ടിക്കുലർ മിക്സിലെ കോൺക്രീറ്റിൻ്റെയും ക്വാളിറ്റി അഷ്യൂർ ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ സ്ട്രെങ്ത്ത് അസസ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഡിഫിക്കൽറ്റി തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ ഓഫ് കോൺക്രീറ്റ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത്. സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുന്നത് നമ്മൾ അതിൻ്റെ ഹാർഡൻഡ് സ്റ്റേറ്റിൽ നമ്മൾ ചെയ്യുന്ന ക്വാളിറ്റി കൺട്രോൾ അഷ്യൂറൻസ് തന്നെയാണ് ചെയ്യുന്നത്. അതിൻ്റെ ചെയ്യേണ്ടതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇങ്ങനെ അതായത് ഇതിൻ്റെ അതായത് ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റ് നടത്തുമ്പോൾ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ, സ്ട്രെങ്ത്ത് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ എക്കണോമിക്കൽ അല്ലാതിരിക്കാനുള്ള ഒരു ക്രൈറ്റീരിയ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതിൻ്റെ എയിം എന്താണെന്ന് നോക്കാം. ദി മെയിൻ എയിം ഓഫ് ക്വാളിറ്റി കൺട്രോൾ ഈസ് ടു ലിമിറ്റ് ദ വാരിയബിലിറ്റി ആസ് മച്ച് ആസ് പ്രാക്ടിക്കബിൾ. അതായത് വാരിയബിലിറ്റി ലിമിറ്റ് ചെയ്യുക എന്നാണ് മെയിൻ എയിം എന്ന് പറയുന്നത്. സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ മെത്തേഡ് provide a statistical approach to the concrete designer to understand the realistic variability of the material so as to lay down design specification with a proper tolerance to cater for unavoidable variations. ഓക്കെ, അതായത് സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോളിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ അപ്രോച്ച് ഡിസൈനറിന് പ്രൊവൈഡ് ചെയ്യാം. എങ്ങനെ? അതായത് ഇതിൻ്റെ ഈ ഒരു റിയലിസ്റ്റിക് വേരിയബിലിറ്റി ഓഫ് മെറ്റീരിയൽസും, അതുപോലെ തന്നെ ഡിസൈൻ സ്പെസിഫിക്കേഷൻ, ഡിസൈൻ പ്രൊസീജിയറിലൊക്കെയുള്ള റിയലിസ്റ്റിക് വേരിയബിലിറ്റി മനസ്സിലാക്കി, അതായത് കൺസിഡർ ചെയ്തുകൊണ്ട്, അത് അണ്ടർസ്റ്റാൻഡ് ചെയ്തുകൊണ്ട് അതിൻ്റെ ഏതൊക്കെ രീതിയിൽ അതിൽ വേരിയേഷൻസ് ഉണ്ടാകുന്നുള്ളത് നമ്മൾ മുൻകൂട്ടി മനസ്സിലാക്കിക്കൊണ്ട്, റിയൽ സിറ്റുവേഷൻ വരുമ്പോൾ എന്തൊക്കെ വേരിയേഷൻ ഉണ്ടാകുന്നു മുൻകൂട്ടി മനസ്സിലാക്കിക്കൊണ്ട് ഒരു പ്രോപ്പർ ടോളറൻസ് ലെവൽ, അതായത് ഈ ഒരു പ്രോപ്പർ ടോളറൻസ് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാം. ടു അവോയ്ഡ് അൺഅവോയ്ഡബിൾ വേരിയേഷൻസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു
പ്രോപ്പർ ടോളറൻസ് ലെവൽ മെയിൻറ്റെയിൻ ചെയ്തിട്ട് വിത്തിൻ എന്താണ് ആ ഒരു പർട്ടിക്കുലർ റേഞ്ചിനുള്ളിൽ സ്ട്രെങ്ത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് കോൺക്രീറ്റിനകത്ത് നമ്മൾ ഡിസൈൻ ഫേസിലൊക്കെ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു സയൻറ്റിഫിക് അപ്രോച്ച്, ഒരു മെത്തേഡ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോളിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഫ്യൂച്ചറിൽ അല്ലെങ്കിൽ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് ഈ കോൺക്രീറ്റിൻ്റെ ക്വാളിറ്റീസിൽ കുറവ് വരുത്തുക എന്നുള്ളത് നമ്മൾ എന്താണ് കാറ്റർ ചെയ്യുക, അതായത് നമ്മളത് അത് കാൽക്കുലേറ്റ് ചെയ്യുക ഒരു സയൻറ്റിഫിക് അപ്രോച്ച് വെച്ചിട്ട്. എന്നിട്ട് അതിന് വേണ്ടിയിട്ടുള്ള എന്തൊക്കെയാണ് മെഷേഴ്സ് എന്നുള്ളതൊക്കെ മനസ്സിലാക്കിയിട്ട് അത്രയും സ്ട്രെങ്ത് നമുക്ക് അച്ചീവ് ചെയ്യണമെങ്കിൽ നമ്മൾ എങ്ങനെയൊക്കെ അതിനെ പ്രോപ്പർലി നമ്മളതിനെ ക്വാളിറ്റി കൺട്രോൾ അച്ചീവ് ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത്. ഓക്കെ, the acceptance criteria are based on statistical evaluation of the test result of sample taken at random during execution. അതായത് ഇതിനെ നമ്മൾ സാമ്പിൾസ് മാക്സിമം ചൂസ് ചെയ്യുക, വേരിയേഷൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് സാമ്പിൾ ചൂസ് ചെയ്യുന്നത് പറയും. അപ്പോൾ റാൻഡംലി സാമ്പിൾസ് ചൂസ് ചെയ്യുക. While devising a proper sampling plan, it is possible to ensure a certain quality at a specified risk. Okay, ഇനി അടുത്ത പറയുന്നത് the compressive strength test cube from random sampling of a mix exhibit variation which are inherent in the various operation involved in the making the testing of concrete. അപ്പോൾ നമുക്ക് ഇതിന് സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് കംപ്രസീവ് സ്ട്രെങ്ത് കർവ് കിട്ടുന്നത് ഒരു ബെൽ ഷേപ്പ്, അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്, ഒരു ബെൽ ഷേപ്പ് കർവ് എന്നാണ് പറയുന്നത് ഇതിനെ. ഇങ്ങനെ ഒരു ബെൽ ഷേപ്പ് കർവാണ് നമുക്കതിന് കിട്ടുക. എന്നിട്ട് നമ്മളതിനെ ആ ഒരു ബെൽ ഷേപ്പ് കർവിൻ്റെ അകത്തുള്ള ഓരോ പോയിൻറ്റ്സിൻ്റെയും സെൻട്രൽ പോയിന്റ് മാത്രം കൺസിഡർ ചെയ്ത് വരച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു കർവ് കിട്ടും. ഓക്കെ, അതൊന്ന് വായിച്ചു നോക്കുക, നിങ്ങൾ വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യമുള്ളൂ അതിനകത്ത്. നമുക്ക് ഇതിനകത്തുള്ള കോമൺ ടെർമിനോളജീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് മീൻ സ്ട്രെങ്ത് ആണ്. മീൻ സ്ട്രെങ്ത് എന്ന് പറയുന്നത് സം ഓഫ് സ്ട്രെങ്ത് ഓഫ് ഓൾ ക്യൂബ്സ്. അത് നമ്മൾ കുറേ സാമ്പിൾസ് കളക്ട് ചെയ്യുമല്ലോ, അപ്പോൾ എല്ലാ ക്യൂബ്സിൻ്റെയും സ്ട്രെങ്ത്തിൻ്റെ സമ്മിനെ നമ്മൾ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ക്യൂബ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, അതിൻ്റെ മീൻ സ്ട്രെങ്ത്, ആ ഒരു പെർട്ടിക്കുലർ കോൺക്രീറ്റിൻ്റെ മീൻ സ്ട്രെങ്ത് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി വേരിയേഷൻ എന്ന് പറയുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ എനി സിംഗിൾ ഒബ്സർവ് ഡാറ്റ ഫ്രം ദ മീൻ സ്ട്രെങ്ത്. മീൻ സ്ട്രെങ്ത്തിനകത്ത് നിന്ന് ഒരു പെർട്ടിക്കുലർ സിംഗിൾ ഒബ്സർവ് ഡാറ്റയ്ക്ക് ഉണ്ടാകുന്ന വേരിയേഷൻ എത്രയാണ്, അതിനുണ്ടാകുന്ന ഡിഫറൻസ് എന്നുള്ളതാണ് വേരിയൻസിൻ്റെ അകത്ത് നമുക്ക് കിട്ടുന്നത്. ഇനി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് വെച്ചാൽ റൂട്ട് മീൻ സ്ക്വയർ ഡീവിയേഷൻ ഓഫ് ഓൾ ദ റിസൾട്ട്, അതായത് സ്ക്വയർ റൂട്ട് ഓഫ് സിഗ്മ എക്സ് മൈനസ് എക്സ് ഡാഷ് ഹോൾ സ്ക്വയർ ബൈ എൻ മൈനസ് 1. എക്സ് എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ ഒബ്സർവേഷൻ്റെ വാല്യൂ, അതിൻ്റെ സ്ട്രെങ്ത്തിൻ്റെ വാല്യൂ. എക്സ് ഡാഷ് എന്ന് വെച്ചാൽ അതിൻ്റെ അരിത്തമെറ്റിക് മീൻ, എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ ഇക്വേഷൻ ഇതാണ്. ഓക്കെ, അതിന് കോയിഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ ആണെങ്കിൽ എസ് ഡിവൈഡഡ് ബൈ എക്സ് ഡാഷ് ഇൻറ്റു 100 ആണ് കോയിഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കംപ്രസീവ് സ്ട്രെങ്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അല്ലെങ്കിൽ ടാൻജൻറ്റ് മീൻ സ്ട്രെങ്ത് എഫ് ടി ഈസ് ഈക്വൽ ടു എഫ് സി കെ പ്ലസ് ടി ഇൻറ്റു എസ് എന്നാണ്. അതായത് ടി എന്ന് വെച്ചാൽ ടോളറൻസ് ലെവൽ. അപ്പോൾ നമ്മുടെ കേസിൽ നമ്മൾ ക്യാരക്ടർ കംപ്രസീവ് സ്ട്രെങ്ത് പറയുമ്പം 5% ടെസ്റ്റ് റിസൾട്ട് 5%-നേക്കാൾ കൂടുതൽ ഫെയിൽ ആവാൻ പാടില്ല എന്ന് പറയുന്നത്. അതായത് 5%-നേക്കാൾ കൂടുതൽ എന്ന് വെച്ചാൽ 1 in 20 എന്നുള്ള രീതിയിൽ. അപ്പോൾ നമുക്ക് ഞാൻ ഒരു മൊഡ്യൂൾ എടുക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, മറ്റേ നമ്മുടെ കോൺക്രീറ്റ് ഡിസൈൻ ചെയ്യുന്ന. അപ്പോൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് 1 in 20 ആണെങ്കിൽ അതിൻ്റെ ടീൻ്റെ ടോളറൻസ് ഫാക്ടർ വാല്യൂ 1.65 ആയിരിക്കുന്നു കോഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ എഫ് ടി ഈസ് ഈക്വൽ ടു എഫ് സി കെ പ്ലസ് 1.65 എസ് എന്നുള്ള ഇക്വേഷൻ കിട്ടും നമുക്ക്. ഓക്കെ, ഇനി സാമ്പിളിംഗ് മെത്തേഡ് എങ്ങനെയാണെന്നുള്ളത്. സാമ്പിളിംഗ് മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ ഈ കംപ്രസീവ് സ്ട്രെങ്ത് അല്ലെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കോൺക്രീറ്റിൻ്റെ പെർട്ടിക്കുലർ സാമ്പിൾസ് സെലക്ട് ചെയ്യുമല്ലോ. അപ്പോൾ അതെങ്ങനെയായിരിക്കും എന്ന് പറയുന്നത് നമ്മൾ റാൻഡംലി നമ്മൾ ചൂസ് ചെയ്യുക. അതായത് ഒരു പെർട്ടിക്കുലർ ക്വാളിറ്റി കൺട്രോൾ അച്ചീവ് വേണ്ടിയിട്ട് നമ്മൾ നമ്പർ ഓഫ് സ്പെസിമെൻ എടുക്കുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് പറയുന്നത്. To keep quality on the control of the quality of concrete produced, it is required to cast a number of specimens from random sample and test them at suitable interval to obtain result quickly as possible to enable the level of control to be established with reasonable accuracy in short time. മനസ്സിലായത് നമ്മൾ നമ്പർ ഓഫ് സ്പെസിമെൻസ് ഫ്രം റാൻഡം സാമ്പിൾസ്
റാൻഡം സാമ്പിൾസിനകത്ത് അതിന് എത്രയാണോ ആ ഒരു പർട്ടിക്കുലർ ക്വാണ്ടിറ്റി, അത് എങ്ങനെയാണ് എത്ര നമ്പർ ഓഫ് സാമ്പിൾസ് വേണമെന്ന് ചൂസ് ചെയ്യുന്നത്, അതിൻ്റെ എത്ര ക്വാണ്ടിറ്റി ഓഫ് വർക്കാണ് നമ്മൾ ചെയ്യുന്നതിനനുസരിച്ചാണ് എത്ര നമ്പർ ഓഫ് സാമ്പിൾസ് വേണമെന്ന് ചൂസ് ചെയ്യുന്നത്. അങ്ങനെ റാൻഡംലി നമ്മൾ സാമ്പിൾസ് സെലക്ട് ചെയ്തിട്ട് അതിനെ ടെസ്റ്റ് ചെയ്തിട്ട് വേണം നമ്മൾ അതിനെ ടെസ്റ്റ് ചെയ്തിട്ട് ആയിരിക്കണം നമ്മൾ അതിൻ്റെ ബേസിലായിരിക്കണം അതിൻ്റെ ഫൈനൽ സ്ട്രെങ്ത് എത്രയാണ്, മീൻ സ്ട്രെങ്ത് എത്രയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അതിനകത്ത് നമുക്ക് റാൻഡം സാമ്പിളിംഗ് പ്രൊസീജിയർ എത്ര സാമ്പിൾസ് വേണം എന്നുള്ളത് ഓരോ പർട്ടിക്കുലർ വർക്കിനുള്ളത് നമുക്ക് കോഡിൻ്റെ അകത്ത് തന്നിട്ടുണ്ട്. അതായത് എത്ര എമൗണ്ട് ഓഫ് വർക്ക് ആണെന്നുള്ളത്, അതായത് ക്വാണ്ടിറ്റി ഓഫ് കോൺക്രീറ്റ് ഇൻ വർക്ക് 1 to 5 m³ വരെയാണെങ്കിൽ നമ്മൾ ഒരു സാമ്പിൾ ചൂസ് ചെയ്താൽ മതി. 6 to 15 ആണെങ്കിൽ 2 സാമ്പിൾസ്, 16 to 30 ആണെങ്കിൽ 3 സാമ്പിൾസ്, 31 to 50 ആണെങ്കിൽ 4 സാമ്പിൾസ്, 51 and above ആണെങ്കിൽ നമ്മൾ 4 സാമ്പിൾസ് പ്ലസ് അഡീഷണൽ സാമ്പിൾ ഫോർ ഈച്ച് അഡീഷണൽ 50 m³. ഓരോ അഡീഷണൽ 50 m³ ഓരോ അഡീഷണൽ സാമ്പിൾസ് കൂടി നമ്മൾ ചൂസ് ചെയ്യണം. ഓക്കെ, അതാണ് പറഞ്ഞത്. ബാക്കി കാര്യങ്ങൾ നിങ്ങൾ അതിനകത്ത് വായിച്ച് നോക്കുക. ഇനി അതിൻ്റെ ആക്സെപ്റ്റൻസ് ക്രൈറ്റീരിയ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ആക്സെപ്റ്റൻസ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നമ്മളൊരു സാമ്പിൾ സെലക്ട് ചെയ്യണോ വേണ്ടി, അതായത് ആ സാമ്പിൾ അത്രയും ആ ഒരു പർട്ടിക്കുലർ ഗ്രേഡിലുള്ള കോൺക്രീറ്റ് നമുക്ക് കൺസ്ട്രക്ട് മീൻസ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്താൽ മതിയോ എന്നുള്ളത്. അതിൻ്റെ ആക്സെപ്റ്റൻസ് ക്രൈറ്റീരിയ എങ്ങനെയായിരിക്കണം എന്നാണ് പറയുന്നത്. ഒരു കോൺക്രീറ്റ് നമ്മൾ മീൻസ് ഈ ഒരു കോൺക്രീറ്റ് നമ്മൾ ആണോ നമ്മൾ ചെയ്യേണ്ടതെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാമ്പിൾസ് ഉണ്ടാക്കും, ക്യൂബ്സ് ഉണ്ടാക്കി അതിനെ ടെസ്റ്റ് ചെയ്യും. എന്നിട്ട് അതിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത് അല്ലെങ്കിൽ അതിൻ്റെ എൻഡ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് ടെസ്റ്റ് ചെയ്തതിന് ശേഷം ഇത്ര ക്യൂറിങ് ഒക്കെ ചെയ്തതിന് ശേഷം നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടാകുമ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ വാല്യൂ കിട്ടുന്നുണ്ടെങ്കിൽ ആ ഒരു ടോളറൻസ് ലെവലിനുള്ളിൽ ആ ഒരു റേഞ്ചിനുള്ളിൽ വരുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു കോൺക്രീറ്റ് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ, ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, വേറെ കോൺക്രീറ്റ് വേറെ മിക്സ് ഡിസൈൻ ചെയ്തിട്ട് വേറെ മീൻസ് വേറൊരു മിക്സ് ഡിസൈനുള്ള കോൺക്രീറ്റ് നമ്മൾ മിക്സ് ഡിസൈൻ ചെയ്തിട്ട് കോൺക്രീറ്റ് കാസ്റ്റ് ചെയ്തിട്ട് വേണം നമ്മൾ അതിൻ്റെ സ്ട്രെങ്ത് ടെസ്റ്റ് ചെയ്ത് നോക്കുക. എന്നിട്ട് അത് പെർട്ടിക്കുലർ റേഞ്ചിനുള്ളിൽ വരുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ്, ഏതിൻ്റെ ബേസിലാണ് നമ്മൾ അതിനെ ആക്സെപ്റ്റ് ചെയ്യാന്ന് പറയുന്നത്. അതിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് അതിനുള്ള കോഡിലുള്ള പ്രൊവിഷനാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, കംപ്രസീവ് സ്ട്രെങ്ത് എത്രയായിരിക്കണം എങ്ങനെയാണെങ്കിലും നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. M15 ആണെങ്കിൽ അതിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഇതായിരിക്കണം റേഞ്ച്. M20 or above ആണെങ്കിൽ ഇങ്ങനെ ആയിരിക്കണം റേഞ്ച്. ഓക്കെ, അതുപോലെ തന്നെ ഫ്ലെക്ചറൽ സ്ട്രെങ്ത്തിൻ്റെ കേസിലും ഫ്ലെക്ചറൽ സ്ട്രെങ്ത്തിൻ്റെ കേസിൽ mean strength determined from any group of 4 consecutive test result exceeds the specified characteristic strength by at least 0.3 Newton per mm² എക്സീഡ് ചെയ്യണം, എന്നാലേ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അതാണ് പറയുന്നത്. അതിൻ്റെ ഫ്ലെക്ചറൽ സ്ട്രെങ്ത് എങ്ങനെയായിരിക്കണം, കംപ്രസീവ് സ്ട്രെങ്ത് എങ്ങനെയായിരിക്കണം ആക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ അത് നിങ്ങളൊന്ന് വായിച്ച് നോക്കുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ബാക്കി സംഭവങ്ങൾ നിങ്ങൾ ഇതിനകത്തൊന്ന് വായിച്ച് നോക്കുക, മനസ്സിലാവും. ഓക്കെ.